So hi guys, welcome back to my channel. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചോറിന് കറി തക്കാളിക്കറിയാണ്. ഇന്ന് ബീഫില്ല അണ്ണ. നല്ല കറിയായിരുന്നു. നല്ലതാണ്. നല്ല കറിയായിരുന്നു. തക്കാളി വെറുതെ അരിഞ്ഞ് മുളകിട്ട് കഴിഞ്ഞാൽ തക്കാളിക്കറി ആവും. ചോറിന് കറിയല്ല, ഫിലിപ്പിന്റെ പറി. മയങ്ങുമല്ല, ഇതെന്താ ചവച്ചറക്കുക. சொல்லணும், എന്തൊന്നും சொல்லுന്നില്ലല്ലോ. சொல்லടാ. അതെന്നാ സാധനം? അയ്യോ, കപ്പൂസിലാന്ന് തോന്നുന്നു ഇപ്പൊ. പൊന്നെ, ഇതൊന്നും കണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇതിലും വേറെയൊക്കെ ഉണ്ട് കേട്ടോ. മതി. ബാക്കി അത് പിന്നെ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അബ്സല്യൂട്ട് അപരാധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാം. കുറെ ഉണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് പതുക്കെ റിയാക്ട് ചെയ്യാം. എന്തെല്ലാം എഡിറ്റിംഗ് ആണെന്നറിയാവോ? നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലി കുഴിച്ച് മൂടും. രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ? പകുതി കേൾക്കുമ്പോ തന്നെ തളർന്നു പോവാണ്. പകുതി പൂക്കുന്ന ഈ പാട്ടാണ് ചിത്ര ചേച്ചിയും ജയചന്ദ്രൻ സാറും കൂടി പാടിക്കുളമാക്കിയത്. പാരിചാതങ്ങൾ പ്രാവുപോൾ നെഞ്ചിലമരുന്നു മുറുകി നിൽക്കുന്ന നിനക്ക് വല്ല കൺസെപ്റ്റും വെച്ചൂടെ? അതാകുമ്പോ അങ്ങോട്ട് വരാതിരിക്കാലോ. നല്ല പാട്ടാണെങ്കിൽ നമ്മള് നല്ലതെന്ന് പറഞ്ഞല്ലോ. ഇത് നല്ലതല്ല. പ്രാവുപോൾ നെഞ്ചിലമരുന്നു. നെഞ്ചിലമരിയേ? അയ്യോ, മരിയയുടെ ജന്മദിനമാണെന്ന്. മരിയ ഇനി ജനിക്കുക കേട്ടോ. അതെ, പറവൂർ സ്വദേശിയാണ് നമ്മുടെ. പറവൂർ എന്നാണോ പറഞ്ഞത്? അതെ, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കണ്ണിലുണ്ണിയായി വളർന്നു വന്ന കണ്ണിലുണ്ണിയാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? മരിയ ഇപ്പോൾ ടീച്ചറായിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ആ കോളേജിൽ മരിയനെ പറഞ്ഞിട്ടെന്നാ കേട്ടത് പ്രിൻസിപ്പള്. അതെ. നാളെയുടെ ഒരു ഭാവി വാഗ്ദാനമാണ്. അതൊക്കെ പോട്ടെ, തലയിലെ പൂവൻകോഴി വെച്ചിട്ടാ. മരിയ പഠിപ്പിച്ച കുട്ടികൾ നാളെ വളർന്ന് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഇവിടെ ആശംസിക്കുകയാണ്. പ്ലക്കാർഡ് ഉണ്ടാക്കി ജീവിക്കും, അങ്ങനെ പറയണം. ഇന്നത്തെ ജന്മദിനം വളരെ ഓർമ്മ പുതുക്കലാവട്ടെ നമ്മുടെ മരിയയ്ക്ക്. ഫിലിപ്പിന്റെ ഞാനാ മുണ്ടക്കൽ ശേഖരൻ. ഇതാണോ മുണ്ടക്കൽ ശേഖരൻ? കൊറേ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നത്. കൊറേ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ. ചേച്ചിനൊന്ന് തനിച്ച് കൈ കിട്ടിക്കഴിഞ്ഞാല് അതന്നെ ലാസ്റ്റ് കാണിച്ചത്. ചേച്ചി ഫൈറ്റ് സീൻ കാണിച്ചതാ. പണ്ടത്തെ ചക്കായ സീഡ് പോലെ ചേച്ചി എന്താണ്ടാ കാണിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ മോശമായിട്ട് ഇടുന്ന അവർക്ക് പണി തുടങ്ങി മക്കളെ. എന്റെ ഏട്ട പണി തുടങ്ങി. പിന്നാലെ വരും. കാത്തിരുന്നു. വെയിറ്റ് ആൻഡ് സീ. കാത്തിരുന്നു. സീരിയലുകളാണോ കാത്തിരുന്ന് കാണാനായിട്ട്? കലൂർ റൂട്ടിൽ സ്ക്രൂ കളഞ്ഞു ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെയാണ്. ആദ്യം ആട്ടനോട് പണിക്ക് പോകാൻ പറയും, എന്നിട്ടാവാം മറ്റുള്ളവർക്ക് പണി കൊടുക്കൽ. ഓക്കെ, ലാസ്റ്റ് കാണിച്ചിട്ട് എക്സ്പ്രഷൻ ഇല്ലേ, അതിൽ ഫാനായി. അയ്യോ ഊക്കോടൂക്ക്. ഹായ് ഫ്രണ്ട്സ്. ഹായ്. ഞാനൊരു കാര്യം പറയാം. പറ. എന്റെ വൈഫ് കൂടാതെ എനിക്ക് വേറെ ഒരു അഫയറും കൂടി ഉണ്ട്. എന്ത് തല്ലിക്കൊല്ലും ഞാൻ വേറൊരു അഫയർ ഉണ്ടെങ്കിൽ? അവരാതാണെന്ന് അറിയാം, എന്നാലും ഞാൻ ഫുൾ കാണും. 14 ജില്ലക്കാർക്ക് ഇവിടേക്ക് സ്വാഗതം. അറിയാണ്ട് വേറൊരു അഫയറോ? അണ്ണൻ ഇവളിനെയും വിറവളിനെയും എങ്ങനെ നോക്കേണ്ടെന്ന് അറിയാടാ. ചങ്കൂട്ടുണ്ടാ. നിന്നെയല്ലടാ കഴിഞ്ഞ വീടിനെ നോക്കി വിട്ടത്.
എന്താണ് ഇത്? ഒരു മയം വേണ്ട. ഇത് എന്നതായി കാണിക്കുന്നവൻ? ഈ വധുവിനെ കൊണ്ട് തോറ്റ്. 5 കൊല്ലം മുമ്പ് സംസ്ഥാന യുവജനോത്സവത്തിന് ഈ മോഹിനിയാട്ടത്തിനും കുച്ചിപ്പൊടിക്കും ഫസ്റ്റ് പ്രൈസ് മേടിച്ച ഒരു ഉണ്ടക്കണ്ണിയോട് തോന്നിയൊരു ആരാധന. ഉണ്ടക്കണ്ണനോട് പ്രളയം തോന്നി അണ്ടിക്കണ്ണൻ. അതിനങ്ങനെയല്ലേ പറയാൻ പറ്റും. അപ്പൊ ക്യാമറക്കകത്തേക്ക് കയറിയിരിക്കും. അപ്പൊ പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ തുറന്നു നോക്കുമ്പോ അവളുടെ ആ ഉണ്ടക്കണ്ണുകളാണ്. ഇതൊരു കോപ്പി വേർഷൻ ഉണ്ട്, ക്ലാസ്മേറ്റ്. അങ്ങനെ ഒന്നും ആരാളെ ഈ ക്യാമറയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം. ക്ലോസ് അപ്പ് സീനൊക്കെ കാണിക്കുന്ന നോക്കിയേ. കോമഡി ഐറ്റങ്ങൾ. നല്ലത് കണ്ടാ നല്ലതെന്ന് പറഞ്ഞു. ഇത് നല്ലതല്ല. തുകിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു. പക്ഷെ തുടക്കം കുറച്ച് കോമഡി ആയിട്ട് തോന്നിയെങ്കിലും പുള്ളി നന്നായിട്ട് പാടി. ചെവിയിൽ മറ്റേ കൊതുക് വന്ന് മൂന്നുന്ന പോലെ. അതിനും കൊള്ളാം, നന്നായിട്ട് പാടിട്ടുണ്ട് ചേട്ടാ. അത്രയ്ക്ക് മോശമൊന്നും പറയാനില്ല. കീപ് ഗോയിങ്. നമുക്ക് ഇതിനും കൂടുതൽ അപരാധങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട്. അതിനു മുമ്പ് Magaino sarda pika pika chidiya kamanda makara para wanda shta talkie talkie ren chota. എടാ, നീ നേരത്തെ പാടിയ പാട്ടില്ലേ, അത് വേണം ഞാൻ 10 തവണ കേൾക്കാം. ഇങ്ങനത്തെ പാട്ടൊന്നും പാടരുത്. വെറുതെ ഈ വഴിക്ക് വന്നത് തന്നെ വെറുതെ വിടുന്നു. ബേസിൽ കുര്യാക്കോസിന്റെ ജന്മദിനമാണെന്ന്. ഇവനൊക്കെ ജനിച്ചു തന്നെ. അതെ, വയനാട് ചുള്ളിയോട് സ്വദേശിയാണ് നമ്മുടെ ബേസിൽ. വയനാട് വരെ ഈ പാട്ടൊക്കെ എത്തിയല്ലേ. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കണ്ണിലുണ്ണിയായി വളർന്നു വന്ന പറി. ഇതൊക്കെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് ആയിട്ട് ഇട്ടാ പോരെ. നിങ്ങളുടെ പേജ് നിങ്ങളുടെ ഇഷ്ടം. ഫുൾ സപ്പോർട്ട്. ഞാനോൺ ഫുൾ സപ്പോർട്ട്. ചേച്ചി ഇനി മുന്നോട്ട് വരണ്ട. പുറയിൽ പോയിട്ട് ആ കട്ടന്റെ പുറകെ വിളിച്ചിരുന്നു. ആയ കാലത്ത് മക്കൾ എന്ന ചിന്ത മാത്രമായി ജീവിച്ച് കാണുമ്പോ ഇനി നോക്കി നിന്നാൽ ലൈഫ് മൊത്തം പോഞ്ഞാട്ടയാണ്. ശരിയായില്ലാന്ന് തോന്നിക്കാണും പുള്ളിക്ക്. പൊളിക്ക് ചേച്ചി നിങ്ങൾ. അല്ല പിന്നെ ചേച്ചി ഇനിയും പരിപാടി നടത്തണം, എന്നാലേ എനിക്ക് കഞ്ഞി കുടിച്ച് പോകാൻ പറ്റുള്ളൂ. ഇത് എന്നതാടാ തലയിൽ കപ്പ കൃഷിയാ? ഇത് ശശികല ചാർത്തല്ല, ഇവന്റെ ഈ തലയിൽ മേലെ ഇരിക്കുന്നതാണോ ശശികല ചാർത്തിയ ദീപാവലിയോ? എന്റെ മുടി വല്ല ജിമ്മിനും പോകണ്ടോ? ഇന്ന് അപ്പി ഇട്ടോ? അപ്പി ഇടുന്നൊക്കെ ഇപ്പൊ സ്റ്റൈലായിട്ടാണല്ലോ. എന്റെ കമന്റ് ബോക്സിലെ കോമഡി. റെന ഫാത്തിമ ദാ ഇപ്പൊ ഇട്ടതേ ഉള്ളൂ. ഇട്ടു മോളിട്ടോ. ഗ്ലോറിയ വി സൈമൺ ഇല്ല. ഒരു അപ്പി ഇട്ടപ്പോ തന്നെ അവിടെ ഇങ്ങനത്തെ എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ ലൂസ് മോഷൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടിട്ട്. മെഴുകുമെല്ലാം കൂടി ഇൻസ്റ്റാഗ്രാമില്. കണ്ടന്റിനൊന്നും ഒരു ക്ഷാമമില്ല കേട്ടോ ഇതിനകത്ത്. നമുക്ക് ഏതായാലും നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. അതാണ് നല്ലത്. மரமாகும் விதையெல்லாம் வாழ சொல்லி தரும். கலங்காத கலங்காத நீயும் நெஞ்சுக்குள்ள இருளாத விடியாத நாளும் இங்குமில்ல. ரொம்ப பக்கதா புத்ததா. മുഴുവൻ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കോപ്പറേറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അതാണ് നന്നായിട്ട് പാടിയിട്ടുണ്ട്. കീപ് ഗോയിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ.